നമസ്കാരം. എത്രയായി? അത് ഞാൻ പിന്നെ പറഞ്ഞോളാം. അതെന്താടാ? അല്ല, ഈ വക സാധനങ്ങളൊക്കെ മേടിച്ചാൽ ഞങ്ങള് പോലീസുകാർ പൈസയൊക്കെ കൊടുക്കാൻ. ഇത് പോലീസുകാർ വാങ്ങിയതൊന്നുമല്ല, ഞാൻ വാങ്ങിയതാ. എന്താന്ന് വെച്ചാ കൊടുത്തിട്ട് വാ. ഓ, ഇവിടെ കച്ചവടം തുടങ്ങിയ പിന്നെ ഇന്നേ വരെ പോലീസുകാരിൽ നിന്ന് പൈസ കിട്ടിയിട്ടുണ്ടോ നിനക്ക്? ഇല്ല. ആ, ഇതാ പിടിച്ചോ, എന്റെ കൈ നല്ല വർക്കത്താ. നമസ്കാരം. സുഖം തന്നെയല്ലേ? ആ, അങ്ങനെ പോണു. അങ്ങനെ വല്ലാതെ ദൂരം പോവില്ലല്ലോ അമ്മയും മോനും. ഒന്ന് നിന്നേ, പോകാൻ ധൃതി വെക്കാതെ കാര്യം പറയട്ടെ. വാമേ പോവാം. മാറി തള്ളേ, ഈ കുന്നില് പോലീസ് ഏമാമാര് കുറെ വന്നിട്ടുണ്ട്. ഇവിടത്തേക്ക് വേണ്ടാത്തവരെ പറഞ്ഞയച്ചിട്ടുണ്ട്. മോന്റെ പോലീസ് കളി അത്ര നന്നല്ല. ഞങ്ങളുടെ ആൾക്കാരെ പിടിച്ചുകൊണ്ടുപോയി തല്ല, പുലിമുറ്റത്തെ മക്കള് ഗോതമ്പുണ്ട് തിന്നുന്ന സ്വപ്നം കാണാം. തിരിച്ച് നാട്ടിൽ പോകുമ്പോ തള്ളക്ക് ഒറ്റയ്ക്ക് പോയാൽ മതിയോ? പുന്നാര മോനെയും കൊണ്ടോട്ടെ. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? വെട്ടി തുണ്ടം തുണ്ടാക്കിയിട്ട് പുല്ലൂരാൻ ചോലയിൽ മീനിനെ തിന്നാനിട്ട് കൊടുക്കും. പോയി പറഞ്ഞേക്ക്. തോന്നിയാസം കാണിച്ചാലോ മോനെ ഒന്നുകളയും ഞാൻ. അങ്ങോട്ട് കയറാൻ അമ്മ കയറ്. ഈ സ്ഥലത്തെക്കുറിച്ചും ഇവിടുത്തെ ആളുകളെ കുറിച്ചും എന്നെക്കാളും ഞങ്ങൾ ആരെക്കാളും നന്നായിട്ട് അറിയാവുന്നവനല്ലേ നീ? വാക്കത്തേക്ക് മൂർച്ചയുണ്ടോ നോക്കാൻ വഴിയെ പോകുന്നവന്റെ കഴുത്ത് വെട്ടാൻ വരെ മറ്റുള്ള ബലം കണ്ടിട്ടോ? നിന്നെയായിരുന്നു അവിടെ വെച്ച് രണ്ടെണ്ണം പൊട്ടിക്കേണ്ടിയിരുന്നു. എന്റെ ജയ, ഒന്ന് നിർത്ത്. ആ, ഇനി അമ്മയുടെ സപ്പോർട്ടും കൂടെ. ഈ കല്യാണത്തിന് തിരക്കൊന്ന് കഴിഞ്ഞോട്ടെ, എനിക്കറിയാം എന്ത് വേണമെന്ന്. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ താഴ്വാരത്ത് എനിക്ക് പരിചയമുള്ള ഒരു എസ്റ്റേറ്റ് ഉണ്ട്, അവിടെ സൂപ്പർവൈസർ. ആഴ്ചയിൽ 1-2 ദിവസം വന്നു പോകാം. മനുഷ്യനായിട്ട് ജീവിക്കേ മതി. പോലീസ് സ്റ്റേഷനിലെ തരികടയും അങ്ങാടിയിലെ ജഗപുകയും. ഞാൻ പോവില്ല. എന്താ പറഞ്ഞേ? മുഖത്ത് നോക്കി വർത്താനം പറടാ. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ആരുടെ മുഖത്ത് നോക്കി തന്നെ. അവിടെ താഴെയല്ല എന്റെ മോന്താ, അതാ ഇവിടെ. എന്റെ കണ്ണ, നീയെങ്കിലും ഒന്നും മിണ്ടാണ്ടിരിക്കെ. അവൻ കിടന്ന് തുള്ളട്ടെ.
എന്റെ അമ്മയെ കുറിച്ചോ എനിക്ക് വേണ്ടപ്പെട്ടവരെ കുറിച്ചോ ആരെങ്കിലും എന്തെങ്കിലും പോക്രിത്തരം പറഞ്ഞാൽ ഞാൻ തല്ലും. അതിന് എനിക്ക് ഒരു പോലീസിന്റെ പിൻബലവും വേണ്ട. ആ പേരിൽ എന്നെ ആരും നാട് കടത്തും വേണ്ട. നിന്നെ നാട് കടത്തണോ വേണ്ടത് ഞാൻ തീരുമാനിക്കും. നീ പോയിരിക്കും. ഇതെന്താ അമ്മ, ഇത് കാട്ടുപോത്തോ? ഒന്നും പറയരുത്, ഇഷ്ടം കൊണ്ട് പറയണതല്ലേ. എന്തെടുക്കാൻ മനുഷ്യർ ചൊറിയാനും സമ്മതിക്കൂലേ പണ്ടാറം? മേലുദ്യോഗസ്ഥനെയും കണ്ട് കുറെ നാളത്തേക്കുള്ള ലീവ് എഴുതി കൊടുത്ത് പെണ്ണും കെട്ടി ആടിപ്പാടി കൂടാനുള്ള വരവ് അല്ലേ? തന്റെ കാര്യങ്ങൾ ഇത്ര വിശദമായി അലക്സി എങ്ങനെ അറിയുന്നു എന്നായിരിക്കും. അതെ, തന്റെ കാര്യം. അലക്സി, നമ്മൾ തമ്മിൽ എന്തിനാ വെറുതെ? പ്രത്യേകിച്ച് ഇവിടെ ഇപ്പൊ ആര് കാണാനാ? ആരെയും കാണിക്കാനല്ല, നമുക്ക് തമ്മിൽ നേരെ ചൊവ്വയൊന്നു കാണാനാ. നീ എന്റെ കുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി തല്ലൂലടാ. അലക്സി, കൊച്ചന്നുള്ള മോള് ചത്ത പഴങ്കഥ നീ കുത്തിപ്പൊന്തിക്കല്ലടാ. അങ്ങാടിയിലെ ആൾക്കാരുടെ മുന്നിൽ വെച്ച് നീ എന്നെ ചവിട്ടി കയ്യടി വാങ്ങല്ലടാ. എന്റെ കർത്താവേ, എടാ നിന്റെ കാലക്കടാ, പുലിമുറ്റത്ത് അലക്സി ഇവിടെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഈ ഒറ്റ രാത്രി ഇവിടെ പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സണ്ണിച്ചം പൊള്ളാച്ചി എത്തേണ്ട നേരം നിന്റെ കഴുത്തിന്റെ മേലെ തലയുണ്ടാവില്ല. നിന്റെ നാശത്തിനാ. പുലിമുറ്റത്ത് അലക്സിക്കും സണ്ണിക്കും താല്പര്യമില്ലെങ്കിൽ എനിക്ക് കഴുത്തിന് മുകളിൽ ഈ തല വേണമെന്നില്ല. ചെറിയ ചേട്ടാ, അലക്സി കുഞ്ഞിന് ഈ ബെഡ്റൂം ഒന്ന് തുറന്നു കൊടുക്ക. ആണുങ്ങൾ ആരെങ്കിലും കുറെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. വൈകിപ്പോയോ എന്നൊരു സംശയം. ഇനി നോക്കണ്ട, കേറി. ചെറിയ ചേട്ടാ, ചെറിയ ചേട്ടാ, ചെറിയ ചേട്ടാ, ഞാൻ